നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ കുറച്ചു കാലം മാത്രം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഗ്ലോബലി തന്നെ വിപണിയിലുണ്ടായിരുന്ന ഒരു വാഹനമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഈ വാഹനത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിക് റീവിസിറ്റാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. ഈ വാഹനത്തിൻ്റെ പേര് സ്കോഡ എറ്റി എന്നാണ്. യതി എന്ന് പറഞ്ഞാൽ യതി എന്നാണ് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അത് ഹിമാലയത്തിൽ കാണുന്ന ഒരു മനുഷ്യനാണ്. മനുഷ്യനെ കണ്ടവരുണ്ട് എന്ന് പറയുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നു അത് വെറുതെ ഒരു മിത്താണെന്നുള്ള കാര്യം. എന്തായാലും മനുഷ്യനേക്കാളൊക്കെ വലിയ വലിപ്പമുള്ളൊരു ഭീകര സത്വമായിട്ടാണ് യതി അറിയപ്പെടുന്നത്. യതിയുടെ കാൽപ്പാടുകളൊക്കെ ഹിമാലയത്തിൽ പല സ്ഥലത്തും കണ്ടതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു സംഭവമാണല്ലോ യതി എന്ന് പറയുന്നത്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ വാഹനം കാണുകയുള്ളൂ. കാരണം അത്രയധികം ഒന്നും ഈ വാഹനം വിറ്റിട്ടില്ല. 2009 അവസാനമാണ് ഈ വാഹനം വിപണിയിലെത്തിയത്. 2017 വിൽപ്പന അവസാനിപ്പിക്കുകയും ചെയ്തു. ഗ്ലോബലി നോക്കിയാൽ പോലും 2014 ഈ വാഹനത്തിൻ്റെ വിൽപ്പന 1 ലക്ഷം യൂണിറ്റ് കടന്നത്, അതായത് ആഗോള തലത്തിൽ പോലും. അതുകൊണ്ട് തന്നെ അത്രയധികം ഒന്നും വിറ്റുപോയ മോഡലായിട്ട് യതിയെ കാണാനും ആവില്ല. യതിയെ കാണാനും ആവില്ല. എന്തായാലും ഇതിപ്പോൾ നമുക്ക് മലപ്പുറത്തുള്ള നമ്മുടെ സുഹൃത്ത് ഷമീമാണ് ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നത്. ഷമീം ഇത് സ്റ്റോക്ക് കണ്ടീഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 2011 മോഡലാണിത്. 2005 ജനീവ ഓട്ടോ ഷോയിലാണ് ആദ്യമായിട്ട് ഈ വാഹനത്തിന് ഒരു പ്രോട്ടോടൈപ്പ് അവർ പ്രദർശിപ്പിച്ചത്. അതിനുശേഷം 2009 ജനീവ ഓട്ടോ ഷോയിൽ ഈ രൂപത്തിൽ തന്നെ ഈ വാഹനം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്തൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ കുറവുകൾ എന്ന് ആദ്യമേ പറയാം. 1, ഇതിന് പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നില്ല. 2, ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നില്ല. മറ്റൊരു കാര്യമുള്ളത്, ഇത് ഏത് സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനമാണെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു മനുഷ്യനും മനസ്സിലായിട്ടില്ല. ഇതൊരു ക്രോസ് ഓവർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോൾ സൈഡിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ ഒരു SUV ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. എന്നാൽ ഒരു ഹാച്ച് ബാക്ക് ആണോ? അതുമല്ല. ഇതിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിലും ഇതൊന്നും അല്ലാത്തൊരു രൂപവും വലിപ്പവും ഒക്കെയാണ് ഈ വാഹനത്തിനുള്ളത്. അങ്ങനെ ഇത് ഏത് സെഗ്മെൻറ്റിൽ പെടുന്നു എന്ന് പോലും ജനത്തിന് മനസ്സിലാകാതെ പോയതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ വിൽപ്പനയെ ബാധിക്കാൻ കാര്യം. മറ്റൊരു കാര്യം, ഇത് തുടക്കത്തിൽ വന്നത് CBU ആയിട്ടാണ്, അതായത് പൂർണ്ണമായും ഇമ്പോർട്ട് ചെയ്ത് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ വില വളരെ കൂടുതലുമായിരുന്നു. അപ്പോൾ എന്തിന് ഈ വാഹനം വാങ്ങിക്കണം എന്നൊരു ചോദ്യമായിരുന്നു ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഉപയോഗിക്കുന്നവരെല്ലാവരും അന്നും ഇന്നും ഹാപ്പിയാണ്. കാരണം അത്രയും ഗംഭീരമായ ബിൽഡ് ക്വാളിറ്റിയും അത്രയും ഗംഭീരമായ സീറ്റിംഗ് പൊസിഷനും അത്ര ഗംഭീരമായ എഞ്ചിനുമെല്ലാം ഈ വാഹനത്തിനുണ്ട്. എഞ്ചിനെന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള എഞ്ചിനുകളാണ് ഉണ്ടായിരുന്നത്. രണ്ടും ഡീസലായിരുന്നു. പക്ഷേ അതിൻ്റെ എഞ്ചിൻ പവർ മാത്രം ഡിഫറൻ്റ് ആയിരുന്നു. ലോറ എന്ന വലിയ വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന എഞ്ചിൻ അല്പം കൂടി വെയിറ്റൊക്കെ കുറഞ്ഞ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചപ്പോൾ പെർഫോമൻസ് വർദ്ധിച്ചു. അങ്ങനെ നല്ല മികച്ച ഒരു വാഹനമായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ DSG ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഒന്നും ഈ വാഹനത്തിൽ വന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അധിക കാലമൊന്നും വാഹനം അങ്ങനെ മുന്നോട്ട് പോയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്കോഡ എറ്റിയെ നമുക്കിനി ഒന്ന് അടുത്ത് കാണാം. $4223 ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുമ്പോൾ ഈ വാഹനം പ്രത്യക്ഷപ്പെട്ടിരുന്ന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെഡാനുകളിലൊന്നായ ഫോർഡ് ഫിയസ്റ്റയേക്കാളും അല്പം കൂടി വലിപ്പം അല്ലെങ്കിൽ വീൽ ബേസ് കുറവായിരുന്നു. ഏതാണ്ട് 60 വീൽ ബേസ് കുറവായിരുന്നു. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ അന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാഹനം എന്ന് വിളിക്കാവുന്ന ടാറ്റ നാനോയേക്കാളും ഹൈറ്റും കുറവാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ വാഹനത്തെ ഒന്ന് സ്മരിക്കുകയുണ്ടായി. അതെന്നാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കിയ സിറോസ് വന്നപ്പോഴാണ്. കിയ സിറോസിൻ്റെ സൈഡ് പ്രൊഫൈൽ ഏതാണ്ട് ഇതുപോലെ തന്നെയല്ലേ. അന്ന് നമ്മൾ ആ സിറോസ് കാണിച്ച സമയത്ത് ഈ ഒരു വാഹനത്തെ പറ്റി പറയുകയുണ്ടായി. അതിൻ്റെ ഏതാണ്ട് സൈഡ് പ്രൊഫൈലാണ്, ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലാണ് അതിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകുന്നുണ്ടാകുമെന്ന് കരുതുന്നു. എന്തായാലും 180 ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ളൊരു വാഹനമാണിത്. മറ്റൊരു കാര്യമുള്ളത്, ഇതിൻ്റെ തുടക്കത്തിൽ വന്നത് 4x4 മോഡൽ മാത്രമാണെന്നുള്ള കാര്യമാണ്. ഇത് 4x4 മോഡലാണ്. 2014 ഒരു ഫേസ് ലിഫ്റ്റോട് കൂടിയാണ് ഒരു 4x2 മോഡൽ വന്നത്. 4x2 മോഡൽ വന്നപ്പോൾ എഞ്ചിനിൽ മാറ്റം ഉണ്ടായില്ലെങ്കിലും അതിൻ്റെ BSP ഒന്ന് കുറച്ച്, എഞ്ചിൻ പവർ ഒന്ന് കുറച്ചാണ് വന്നത്. അങ്ങനെ വിലയും അല്പം കുറഞ്ഞു. ഇത് തുടക്കത്തിലെ വില എന്ന് പറയുന്നത് അല്പം ഞെട്ടിക്കുന്ന വിലയായിരുന്നു കേട്ടോ. 14.5 ലക്ഷം തൊട്ട് 16,60,000 രൂപ വരെയായിരുന്നു ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിലേക്ക് വില എത്തുന്നത്. അതെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഏറ്റവും വില കൂടിയ വാഹനങ്ങളുടെ ഒരു വിലയിലേക്കാണ് എത്തിയത്. അപ്പോൾ ഒരു സാധാരണ കുടുംബത്തിന് പറ്റുന്നൊരു വാഹനമായിരുന്നില്ല വില വെച്ച് നോക്കുമ്പോൾ. അതിനുശേഷം 4x2 മോഡൽ വന്നപ്പോൾ ഏതാണ്ട് 2.5 ലക്ഷം രൂപ വില കുറച്ച് കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും പക്ഷേ മനുഷ്യരുടെ മനസ്സിൽ നിന്നും എത്തി അപ്രത്യക്ഷമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് ആണ് ഈ വാഹനത്തിൻ്റെ. സ്കോഡയുടെ വാഹനങ്ങളുടെ എല്ലാം മുൻഭാഗം ഏകദേശം ഒരുപോലെയാണെങ്കിലും കുറച്ചെങ്കിലും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഈ ഒരു വാഹനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം ഈ ഒരു ഡ്യുവൽ ലൈറ്റ് ഈ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. വളരെ രസകരമാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിലും മാറ്റങ്ങൾ വന്നു. 2014 ഫേസ് ലിഫ്റ്റിൽ
ഇതിൽ ക്ലിയർ ലെൻസ് ഹാലജൻ ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെ എന്താണ് വിളിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇത് ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്കിതിനെ ഫോഗ് ലാമ്പെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഹെഡ്ലാമ്പായിട്ട് തന്നെ കണക്കാക്കാവുന്ന രീതിയിലാണ് ആ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്കോഡയുടെ തനത് ആ ഒരു ഗ്രില്ല് അതേപടി കൊടുത്തിരിക്കുന്നു. അതുപോലെ താഴെയായിട്ട് ഇവിടെ ഫോഗ് ലാമ്പ് വരേണ്ട സ്ഥലത്ത് മറ്റൊന്നുമില്ല, ചെറിയൊരു എയർ ഡാമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വീണ്ടും ഒരു എയർ ഡാം. ഇവിടെ നല്ലൊരു താടി പോലെ ഇങ്ങനെ ഭംഗിയുള്ള ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗം ഏറ്റവും താഴെയായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് പോലെയുള്ള ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗം മാത്രം, അതായത് ഇവിടുന്ന് മുകളിലേക്ക് മാത്രം കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്കോഡ ഫാബിയ ഒക്കെ ആണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ആ സ്റ്റൈലിംഗ് കൊടുത്തിരിക്കുന്നത്. അതിന് കാരണം ബോണറ്റിൽ കാണുന്ന ഈ ഒരു ബൾജുകളൊക്കെയാണ്. അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. എന്തായാലും വളരെ കരുത്തുറ്റൊരു രൂപം തീർച്ചയായിട്ടും മുൻഭാഗത്ത് നോക്കുമ്പോൾ ഈ വാഹനം സമ്മാനിക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. രസകരമായ ഡിസൈനാണ്, കാലാതിവർത്തിയായ ഡിസൈൻ എന്നൊക്കെ പറയാം. കാരണം ഇപ്പോഴും സ്കോഡയുടെ വാഹനങ്ങളുടെ മുൻഭാഗത്തിന് വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഭംഗിയുള്ള അലോയ് വീലാണ്. ഈ അലോയ് വീലും ഇതിൻ്റെ ആയിട്ട് വന്ന അലോയ് വീൽ തന്നെയാണ്. 16 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതും വീൽ ട്രാവലൊക്കെ കാണുമ്പോൾ അറിയാം ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനത്തിന് ചേരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓഫ് റോഡ് വാഹനത്തിന് ചേരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം. സൈഡ് പ്രൊഫൈലിലാണ് എനിക്ക് ഈ വാഹനം കാണാൻ ഏറ്റവും ഭംഗി. എന്ന് മാത്രമല്ല ഈ ഒരു സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ കിയ സിറോസ് വരുന്നവരെ മറ്റൊരു വാഹനത്തിലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഞാൻ ഈ പറഞ്ഞ അതേ വാചകം കാലാതിവർത്തിയായിട്ട് നിലനിൽക്കുന്നുള്ളൊരു സംശയമില്ല. ഇവിടുത്തെ ഈ ഒരു സ്റ്റൈലിംഗ് പില്ലർ കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഗ്ലാസ് വിൻഡോയുടെയൊക്കെ കട്ടുകളൊക്കെ രസകരമാണ്. അതുപോലെ തന്നെ ബി പില്ലറിലേക്ക് വരുമ്പോഴാണെങ്കിലും അല്പം വീതി കൂടിയ ബി പില്ലറാണ്. ബോഡി കളേർഡാണ് സൈഡ് വ്യൂ മിറേഴ്സൊക്കെ, അതിൽ ടേൺ ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ബ്ലാക്ക് ഫിനിഷാണ് പില്ലറിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു റൂഫ് റെയിൽ, അതിന് ബ്ലാക്കും അതുപോലെ സ്റ്റീൽ ഫിനിഷും അല്ല ഒരു അലൂമിനിയം ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് രണ്ട് ക്ലാഡിങ്ങുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 180 എന്ന് പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ വ്യക്തമാണ് ഇവിടെ എത്തുമ്പോൾ. അതുപോലെ സെക്കൻഡ് റോ സീറ്റിൻ്റെയും വളരെ വിശാലമായ ഗ്ലാസ് ഏരിയയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഡോർ ഹാൻഡിലൊക്കെ ആണെങ്കിലും ബോഡി കളറായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ കോർണർ ഗ്ലാസ്, അതൊരു മറ്റൊരു പ്രത്യേകതയാണ്. സാധാരണ വാഹനങ്ങളിലും ചെറിയ കോർണർ ഗ്ലാസ് വരുമ്പോൾ ഇതും വിശാലമാണ്. വേണമെങ്കിൽ ഒരു തേർഡ് റോ സീറ്റുള്ള വാഹനമാണ് തോന്നിക്കുന്ന രീതിയിലുള്ള വിശാലമായ കോർണർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ മസിൽ പെരുപ്പിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഷോൾഡർ ലൈനും അതുപോലുള്ള ബോഡി ബൾജുകളും ഒക്കെ കൊടുത്തതെല്ലാം വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കി നിന്ന് പോകുന്ന രൂപം തന്നെയാണ്. അതുപോലെ തന്നെ ഡിസ്റ്റിങ്റ്റീവാണ് പിൻഭാഗത്തെ ഒരു സ്റ്റൈലിംഗ് എന്ന് പറയുന്നതും. ശരിക്കും പറഞ്ഞാൽ ഒരു ബോക്സി രൂപമാണെങ്കിൽ പോലും സ്കോഡയുടെ ആ ഒരു ഡിസൈൻ രീതികളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ TDI എന്നുള്ളത് ഇവിടെ ഡീസൽ എഞ്ചിനാണെന്നുള്ളത് യോജിപ്പിക്കുന്നു. അതുപോലെ 4x4 എന്നുള്ളത് കൊടുത്തിരിക്കുന്നു. അന്നൊരു പ്രത്യേകതയായിരുന്നു കേട്ടോ 4x4. ഇത്രയും ചെറിയ വാഹനത്തിൽ ഇന്ത്യയിൽ 4x4 ഒന്നും അങ്ങനെ പതിവില്ലാത്ത കാലത്താണ് ഇദ്ദേഹം വന്നതെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇവിടെ നോക്കുമ്പോൾ വളരെ വിശാലമായ ഗ്ലാസ് ഏരിയയാണ് കാണുന്നത്. അതുപോലെ തന്നെ അവിടെ പൂച്ചയുടെ വാല് പോലെ നിൽക്കുന്ന ഒരു ആൻറ്റിനയുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ലാമ്പുണ്ട്. അതുപോലെ ടോപ്പ് എൻഡ് മോഡലായതുകൊണ്ട് ഡീഫോഗറുണ്ട്. അതുപോലെ തന്നെ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്കോഡയുടെ വലിയ ബാഡ്ജിങ്, ഇതിപ്പോൾ ഇതൊക്കെ മാറിയിട്ട് വേറെ ലോഗോയായി ഇപ്പോൾ സ്കോഡയുടേത് അതവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെയായിട്ട് ബ്ലാക്കും പിന്നെ സ്റ്റീൽ ഫിനിഷും കൂടെ ചേരുന്ന രീതിയിലുള്ള വലിയ ബമ്പർ കൊടുത്തിരിക്കുന്നു. ടെയിൽ ലാമ്പ് അത്ര വലുതെന്ന് പറയാനാവില്ല. പക്ഷേ ടെയിൽ ലാമ്പിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇവിടെ ഈ ഒരു സീ പില്ലർ വീണ്ടും ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെഡ് ലൈറ്റ് അങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി ബൂട്ട് സ്പേസ് നോക്കാം. ഇതാ 416 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. പക്ഷേ ബാക്കിലെ സീറ്റൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1666 ലിറ്ററായിട്ട് ബൂട്ട് സ്പേസ് വർദ്ധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അത് തീർച്ചയായിട്ടും അതൊരു സംഭവം തന്നെയാണ്. കാരണം അന്നത്തെ കാലത്ത് അതൊക്കെ ഞാൻ ഈ പറയുന്ന അന്നത്തെ കാലം വെച്ചിട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ വാഹനം 14 വർഷം പഴക്കമുള്ള വാഹനമാണ്. 14 വർഷം മുമ്പ് തന്നെ അത്തരമുള്ള ഫോൾഡിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നു, ഓപ്ഷൻസൊക്കെ കൊടുത്തിരുന്നു. അതുപോലെ ഇവിടെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ കൊളുത്തിയിടാവുന്ന ക്ലിപ്പുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോയിൻ്റ്, അതുമൊന്നും അന്ന് പതിവുള്ള കാര്യമല്ല, അതെല്ലാം കൊടുത്തിരിക്കുന്നു. സീറ്റ് നമുക്ക് ഞാനൊന്ന് ഊരി കാണിക്കാം. ഇത് സീറ്റ് നമുക്ക് പലതരത്തിൽ ഫോൾഡ് ചെയ്യാം. അതായത് സീറ്റ് ഫോൾഡ് ചെയ്യുന്നത് കണ്ടോ, 3 തരത്തിൽ ഫോൾഡ് ചെയ്യാം. എന്ന് തന്നെയല്ല, ഈ നടുവിൽ കാണുന്ന ഭാഗം നമ്മൾ നേരെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് കണ്ട കപ്പ് ഹോൾഡർ ഉണ്ടല്ലോ, ഉള്ളിരിക്കുമ്പോൾ കാണിക്കുകയെങ്കിൽ പോലും അതൊരു ഹാൻഡ് റെസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഭാഗവുമാണ്. അപ്പോൾ അത്രയധികം സ്പേസ് നമുക്ക് ഉൾഭാഗത്ത് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ അന്നത്തെ കാലത്ത് ഒരു വിപ്ലവവുമായിരുന്നു. അതുപോലെ സ്പെയർ ടയറിനും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വിശാലമായ സ്പെയർ ടയർ അതും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് സൈസ് അല്പം ചെറുതാണ്. അതുകൊണ്ടാണ് 80 കിലോമീറ്റേഴ്സിലെ ഓടാവുന്നത് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളും വളരെ ഒതുക്കി ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഓരോ ഇഞ്ചിലുമുണ്ട്. അതെന്ന് വെച്ചാൽ ഇതൊക്കെ CBU തന്നെയാണ്, അതായത് പൂർണ്ണമായി ഇറക്കുമതി ചെയ്യുന്ന മോഡൽ തന്നെയാണിത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇന്ത്യൻ ഭാഗങ്ങളെന്ന് പറയുന്നത് ടയറും അതുപോലെ തന്നെ ബാറ്ററിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും അതേപടി ഇറക്കുമതി ചെയ്ത് വരുന്നതായിരുന്നു. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് പറയുമ്പോൾ ജർമ്മൻ വാഹനങ്ങൾ, ഫോക്സ് വാഗൺ ഗ്രൂപ്പിൽപ്പെട്ട വാഹനമാണല്ലോ, അപ്പം ജർമ്മൻ വാഹനങ്ങളുടെ ആ ഒരു നിർമ്മാണ നിലവാരമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടോ വില കൂടുതൽ കൊണ്ടായിരിക്കാം
ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വാഹനമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ പോലും നമുക്ക് ആഹാ കൊള്ളാമല്ലോ എന്ന് തോന്നും. കാലികമാണ്, അതായത് ഇപ്പോൾ വന്നാൽ പോലും വേണമെങ്കിൽ വിജയിക്കാം. വിലയൊക്കെ തരക്കേടില്ലാത്ത രീതിയിലാണ് ഇടുന്നതെങ്കിൽ. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ കാണാം. നമ്മുടെ ഈ സ്കോഡയുടെ വാഹനങ്ങളാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട്, അതായത് ഈ ബെൻസ്, ഓഡി അല്ലെങ്കിൽ BMW തുടങ്ങിയ വാഹനങ്ങൾക്ക് താഴെയുള്ള വാഹനങ്ങളിലെ ഏറ്റവും ഗംഭീരമായ ഇൻറ്റീരിയറുമായിട്ട് വന്നത്. ആദ്യമായിട്ട് സ്കോഡ ഒക്ടേവിയയെ കണ്ട് ഞാനൊക്കെ വായും പൊളിച്ച് നിന്നിട്ടുണ്ട്. അതിൻ്റെ എലാൻഗ ട്രിം എന്നൊക്കെ പറയുന്നത് അതിഗംഭീരമായിരുന്നു. ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ കാലികമാണ് ഇതിൻ്റെയും ഇൻറ്റീരിയർ എന്നാണ് പറയേണ്ടത്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ സ്കോഡ എന്ന് പറയുന്നത് ഒരു രക്ഷയിലുണ്ട്. ഇപ്പോഴാണ് ഏറ്റവും പുതിയ സ്ലാവിയൊക്കെ പോലുള്ള വാഹനങ്ങൾ വന്നപ്പോൾ അവർ കുറച്ചൊന്ന് വില കുറയ്ക്കാനായിട്ട് ചെറിയ കോംപ്രമൈസൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതർവൈസ് എല്ലാം വളരെ നിലവാരമുള്ളതായിരുന്നു. ഇപ്പോഴും അന്നും എപ്പോഴും, ഇന്നും എന്നും എപ്പോഴും അല്ലേ, അങ്ങനെ. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ കാണുന്നത് ഒരു അപ്പർ പാർട്ട് എന്ന് പറയുന്നത് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു മോക്ക് വുഡ് ഫിനിഷ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരല്പം ഡാർക്കായിട്ടുള്ള ബീച്ച് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 2 ഇഞ്ച് ആഴമുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുമ്പോൾ അന്നത്തെ കാലത്ത് തന്നെ ഒരു ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ ഒരു ചെറിയ ടച്ച് സ്ക്രീൻ, വലിയ സംഭവമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാതെ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. കാരണം അന്നത്തെ ഒരു സമയം അതായിരുന്നല്ലോ. മീഡിയ, ഓക്സിലറി, ഫോണ്, സെറ്റപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഡിസ്പ്ലേ സിസ്റ്റമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ രസകരമായിട്ടുണ്ട്. താഴെയായിട്ട് SD കാർഡ് ഇടാവുന്ന ഒരു സ്ലോട്ടുണ്ട്. അതാണ് മറ്റൊരു രസകരമായ കാര്യം. SD കാർഡ് അന്നത്തെ കാലത്ത് വലിയ സംഭവമായിരുന്നു SD കാർഡ് എന്നൊക്കെ പറയുന്നത്. അതിനുള്ള സ്ലോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 6 CD ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. 6 CD. ഇപ്പോൾ CD ഒന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ കൊണ്ട് ഇടുമെന്ന് അറിഞ്ഞൂടാ, അല്ല എന്തിടും എന്നറിഞ്ഞൂടാ. എന്തായാലും അതും ഒരു സംഭവമായിരുന്നു ആ കാലത്ത്. MP3 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു സിസ്റ്റം അന്നത്തെ കാലത്ത് ഒരു മോശമല്ലാത്ത സിസ്റ്റമായിരുന്നു. അതുപോലെ 2 സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ കാണുന്നത്. അതിൻ്റെ സ്വിച്ചുകളൊക്കെ രസകരമാണ്. എല്ലാം ഈ 14 വർഷം കഴിഞ്ഞിട്ട് സ്വിച്ചുകളുടെയൊക്കെ ഒരു നിർമ്മാണ നിലവാരം കണ്ടല്ലോ, അത് എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നുള്ള കാര്യം. അതുപോലെ റോട്ടറി സ്വിച്ചുകളൊക്കെ പല ഭാഗത്തും കാണാം. ഓട്ടോ AC-യുടെ ഓൺ ഓഫ് സ്വിച്ചൊക്കെ അവിടെ കാണുന്നു. ഇത് ഓഫ് റോഡിൽ ഹിൽ ഡിസൻ കൺട്രോളിൻ്റെ സ്വിച്ചൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഭംഗിയായിട്ട് അവിടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മാനുവൽ ഗിയർ ബോക്സ് മാത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവർ ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡോറിൻ്റെ ലോക്ക് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചാർജർ കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നല്ലൊരു ആംറസ്റ്റ്, അതും സ്ലൈഡിംഗ് ആണ്, സുഖമായിട്ട് കൈവച്ചിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സീറ്റാണ്. ലെതർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കുഷനിങ് ആണ്, നല്ല സുഖമാണ് ചാരിയിരിക്കാൻ. അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ മാനുവലി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാനുവലിയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് ഉള്ള കാര്യങ്ങളൊന്നും അന്ന് ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറയേണ്ടത്. പിന്നെ ഡോർ പാഡിലേക്ക് വേണമെങ്കിൽ അവിടെ അത്യാവശ്യം നല്ലൊരു ബോട്ടിൽ വയ്ക്കാം. ഡോർ പാഡിൻ്റെയും ഒക്കെ ഒരു നിർമ്മാണ നിലവാരം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ബോധ്യപ്പെടും. എത്ര ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തന്നെ ഡോറിന് വലിപ്പം അല്പം കൂടുതലുണ്ടെന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടും. നല്ലൊരു ആംബ്രസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്.
ഇതിൽ നല്ലൊരു മ്യൂസിക് സിസ്റ്റം ആയിരുന്നു. സ്കോഡയുടെ തന്നെ മ്യൂസിക് സിസ്റ്റമാണ്. 8 സ്പീക്കറിൻ്റെ നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ട്യൂട്ടറൊക്കെയാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത്. അതുപോലെ സ്പേസ് എന്ന് പറയുന്നത് ഒരു കുറ്റവും പറയാനില്ല. ഇഷ്ടം പോലെ സ്പേസ്, വളരെ വിശാലമായ ഒരു ഗ്ലൗ ബോക്സ്, അതിൽ പാസഞ്ചറിൻ്റെ എയർ ബാഗ് വേണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഒരു കീ ഇടാനുള്ള സ്വിച്ചാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ വില കൂടുതലായിരുന്നെങ്കിലും ആ വിലക്കുള്ളതുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അന്നത്തെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ വില കൂടുതലായിരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സ്റ്റിയറിംഗ് വീല് നമ്മൾ അന്ന് കണ്ടിരുന്ന സ്കോഡയുടെ പല വാഹനങ്ങളെയും അതേ സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. ഇതിൽ വോളിയം കൺട്രോൾ, അതുപോലെ തന്നെ മറ്റ് ഫോണിൻ്റെ കൺട്രോളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ വളരെ വലിയ 2 മീറ്ററുകളാണ് കാണുന്നത്. മീറ്റർ കൺസോളിൽ നടുവിൽ കാണുന്ന ഈ ഒരു TFT സ്ക്രീനിൽ പല ഇൻഫർമേഷനുകളൊക്കെ വരുമായിരുന്നു. അതൊക്കെ അന്നത്തെ കാലത്ത് സ്കോഡയുടെ വാഹനങ്ങൾ കാണുന്ന പോലെ തന്നെ. അതുപോലെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാം. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ സ്വിച്ചുകൾ ഇവിടെ കാണാം. എന്തായാലും ഉയർന്ന ഒരു ഡാഷ്ബോർഡൊക്കെയാണ്. ഒരല്പം കൂടി താത്തി വയ്ക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. എങ്കിൽ പോലും ആദ്യമായിട്ടിരിക്കുമ്പോൾ നമുക്കൊരല്പം ഉയർന്ന ഒരു ബോണറ്റും അതുപോലെ തന്നെ ഡാഷ്ബോർഡും ആണല്ലോ എന്ന് തോന്നിയേക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സ്റ്റിയറിംഗ് വീലിനും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അത് ഹൈറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്തുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല. എന്തായാലും സ്പേസൊക്കെ മോശമല്ല. നല്ല ഇൻറ്റീരിയർ സ്പേസ്, നല്ല ലെഗ് സ്പേസ്, അതുപോലെ തന്നെ നല്ല ഹൈറ്റ് ഉണ്ട്. കണ്ടല്ലോ, നല്ല ഹെഡ് സ്പേസും ഉള്ളൊരു വാഹനമാണിത്. അപ്പോൾ പിന്നെ നമുക്കിനി സെക്കൻഡ് റോ സീറ്റ് ഇരുന്ന് നോക്കാം. പിൻഭാഗത്തൊക്കെ സീറ്റ് ഇരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു സുഖം എന്താണെന്ന് വെച്ചാൽ അത് ഈ കുഷനിങ് തന്നെയാണ്. നല്ല രസമായിട്ടാണ് ആ ഒരു കുഷനിങ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ബാക്കിലെ സീറ്റും വേണമെങ്കിൽ അല്പം ചാരാവുന്ന ഒരവസ്ഥയുണ്ട്. ഉണ്ടോ, ഈ ഒരു ചെറിയ സ്ലാൻഡിങ് പൊസിഷൻ നമുക്കിവിടെ കിട്ടും. പിന്നെ ഇത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു അവിടെ നിന്ന് ഇതുണ്ടോ, ഇതിങ്ങനെ മടക്കി വെച്ചാൽ നല്ല ആംറസ്റ്റുമാണ്. അതോടൊപ്പം തന്നെ കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 4 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു വാഹനമായിട്ടാണ് കണക്കാക്കേണ്ടത്. കാരണം ഇവിടെ വളരെ ഉയർന്ന സെൻട്രൽ ടണൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 2 പേരാണ് പിൻഭാഗത്തിരിക്കാവുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെയൊരു സൂത്രപ്പണി ഇണക്കിയിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. ഏതായാലും പിൻഭാഗത്തേക്ക് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്, കൺട്രോളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടത് സ്പേസ് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ സീറ്റ് ഏറ്റവും ബാക്കിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. എന്നാലും എനിക്ക് കാല് സുഖമായിട്ട് വെച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതല്പം മുന്നിലേക്ക് ഇട്ടിരിക്കുന്നു. പിന്നെ ഡോർ പാഡിലേക്ക് പോയാൽ ഇവിടെയും നമുക്ക് ബോട്ടിലൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു സ്പീക്കറും അതുപോലെ ആംബ്രസ്റ്റും എല്ലാം ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നമ്മളിവിടെ ഇരിക്കുമ്പോഴുള്ള ഈ ഒരു വിസിബിലിറ്റിയാണ്. ഈ വിസിബിലിറ്റി എന്ന് പറയുന്നത് വിൻഡോ ലൈൻ എന്ന് പറയുന്നത് ഒരല്പം ഉയർന്നിരിക്കുന്നെങ്കിലും നല്ല വിസിബിലിറ്റി ഉണ്ട്. ഒട്ടും ക്രാംഡായ ഫീലൊന്നുമില്ല. പിന്നെ ഈ ഒരു ബീച്ച് നിറമായതുകൊണ്ട് തന്നെ ക്രാംഡ് ഫീൽ തീരെ ഇല്ല എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഹെഡ് സ്പേസ് മോശമല്ല. അപ്പോൾ എന്തായാലും ഒരു 4 പേർക്കും ഒരു കുട്ടിക്കൊക്കെയാണ് ഇവിടെ ഇരിക്കാവുന്നത്. അത്രയധികം സ്പേസ് എല്ലായിടത്തും ഉണ്ട്. പിന്നെ സ്കോഡയാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നോട്ടത്. നമുക്കിവിടെ ബൂട്ട് സ്പേസിൽ എന്ത് സാധനവും ഇങ്ങനെ കൈയിട്ടെടുക്കുക എന്നുള്ളത് സ്കോഡ കൊണ്ടുവന്നൊരു സംഭവമാണ്. അതൊക്കെ നമുക്ക് ഈ ഒരു സാധനം മടക്കി വെച്ച് കഴിയുമ്പോൾ അതും ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെ 3 സ്ലോട്ടുകളായിട്ട് മടക്കി വയ്ക്കാവുന്ന ഫോൾഡ് ചെയ്യാവുന്ന സീറ്റാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് 1666 ലിറ്റർ ബൂട്ട് സ്പേസ് വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താമെന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഇപ്പോഴും ഇന്നത്തെ കാലത്ത് കൊതി വരുന്നൊരു വാഹനമാണെന്നുള്ളത് സംശയമില്ല. അത്രയും നല്ല ഫീച്ചേഴ്സും അത്രയും മികച്ച ഇൻറ്റീരിയറും അത്രയും മികച്ച നിർമ്മാണ നിലവാരവും തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്കോഡ എറ്റിയുടെ ഓണറിനെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ഷമീം എന്നാണ് പേര്. ഷമീം എനിക്കൊരു മെയിൽ അയച്ചതാണ്, ഇങ്ങനൊരു വണ്ടി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് ഞാൻ വരാൻ പറഞ്ഞത്. പക്ഷേ അതിന് ശേഷമാണ് ഷമീം പറഞ്ഞത് ഇതിനു മുമ്പ് എനിക്ക് മെയിലൊക്കെ അയച്ചിട്ടുണ്ട് മറ്റ് ചില വണ്ടികളെ പറ്റി പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞാനതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഞാൻ എറ്റി നല്ലൊരു സ്റ്റോക്ക് കണ്ടീഷൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷമീം വിളിച്ചത്. ഷമീമിനോട് ഇതിൻ്റെ ഒരു കുട്ടി ഓണറുണ്ട്. ഓനെ എന്താ പേര്?
പേര് സക്വാൻ. സെക്വാൻ. സെക്വാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിലാണോ? ശരി, വലുതായി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയിലേക്ക് വരാം. എത്ര കാലം എടുത്തിട്ട്? കഴിഞ്ഞ ചൊവ്വാഴ്ച എടുത്തതേ ഉള്ളൂ. അത് ശരി. പക്ഷെ 2 മാസമായിട്ട് ഇതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ എത്തി വാങ്ങണം. ഞാനൊരു വണ്ടിപ്രാന്തം ഗ്രൂപ്പില്ലേ, വണ്ടിപ്രാന്തം ഗ്രൂപ്പിൽ ഇങ്ങനെ ആരോ ഒന്ന് പോസ്റ്റ് ഇട്ടിരുന്നു, ഇങ്ങനെ ഒരു വണ്ടി എടുത്താൽ എന്താവും. അപ്പൊ കുറെ കമന്റുകളൊക്കെ ഉണ്ട്. അതിന് താഴെ ഒരു യൂട്യൂബ് വീഡിയോ, ഒരു മലയാളം വീഡിയോ ആരോ ഒന്ന് അതിന് ലിങ്ക് പോസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ അത് കണ്ടു. എനിക്ക് ഭയങ്കര, ഞാൻ മുമ്പ് എപ്പോഴും ചെന്നൈയിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നാട്ടിലൊന്നും എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല ഇത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഞാൻ OLX-ലും ഫേസ്ബുക്ക് മാർക്കറ്റിലൊക്കെ നോക്കി. അപ്പോൾ ഒരു വണ്ടി ഞാൻ എൻ്റെ നാട്ടിൻ്റെ കൊടുവള്ളി ഞാൻ ഒരു വണ്ടി പോയി കണ്ടു. അപ്പോൾ അത് ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ അത് കളർ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് പോയി, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇത് കണ്ണൂരിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇത്രയും ദൂരം പോയിട്ട് നമ്മൾ തിരിച്ചു വരണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ട് വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് പോയി കണ്ടപ്പോൾ എനിക്ക് പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഞാൻ വണ്ടി എടുത്ത് പോയി. അപ്പോൾ അത്രയും കാലം ഇപ്പം നമ്മൾ സാറിന് ഇത്ര വണ്ടിയൊക്കെ എടുക്കുന്ന കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഇതിനു വേണ്ടി ആഗ്രഹിച്ച് അങ്ങനെ ഒന്നുമല്ല, വളരെ അടുത്ത കാലത്താണ്, ഒരു 1.5-2 മാസം അത് ഞാൻ പഠിച്ചു ഇത്. കാരണം ഇതിന്റെ എഞ്ചിന് വേറെ ഇവിടെ ഉള്ള വണ്ടിയുടെ ഏത് എഞ്ചിൻ സെയിം ആണ്. അപ്പൊ അതിന്റെ സ്പെയർ പാർട്സ് കിട്ടും, കാരണം ബോഡി പാർട്സ് പിന്നെ കിട്ടൂല. അപ്പൊ പിന്നെ അത് നോക്കണ്ട, അതിപ്പോ ഏത് വണ്ടിയാണെങ്കിലും ഓക്കെ ആണല്ലോ. പിന്നെ ഒരു ബീറ്റാണ് കയ്യിലുള്ളത്, ഏകദേശം 13ാമത്തെ വണ്ടിയാണ്. ഇടക്കിടക്ക് ഇങ്ങനെ മാറാറുണ്ട്, ഓരോന്ന് ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ. എന്താണ് ഇതിന്റെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത കാര്യം, വാങ്ങിക്കണം തോന്നാൻ കാര്യം? ഇതിന്റെ ഈ രൂപം, ഈ ഉണ്ട കണ്ണ്, പിന്നെ ബാക്കിൽ ആ ഒരു കട്ടിങ്, ആ ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഞാൻ പറയായിരുന്നു, നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കിയ സിറോസ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ അതിൽ അന്ന് ഇതിനെപ്പറ്റി സ്മരിച്ചു. ഏതാണ്ട് സൈഡ് ഒരുപോലല്ലേ, പുതിയ സിറോസിന്റെ സൈഡ് ഏകദേശം ഇതിന്റെ ഒരുപോലെയാണ്. അപ്പോൾ എന്നിട്ട് എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ? ഓട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ബൈക്കും എൻ്റെ ആ ബീറ്റും ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. ബീറ്റ് കൊടുക്കണം, അതിങ്ങനെ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത്ര ദൂരമാണെങ്കിലും എനിക്ക് വണ്ടി ഓടിക്കണം, എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണോ. പക്ഷെ നല്ല ഹെവി എഞ്ചിനാണ് അല്ലേ? നമ്മളിതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഹെവിനെസ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. വണ്ടിയുടെ അത് എഞ്ചിൻ്റെ അത് നല്ല ഗംഭീര പഴയ, ഞാൻ പറയാം ലോറയിലുണ്ടായിരുന്ന അതേ എഞ്ചിനാണ്. ലോറ അത്രയും വലിയ വാഹനമായിരുന്നു, ഇത് ചെറിയൊരു വാഹനത്തിലേക്ക് അത് വെച്ചപ്പോൾ പെർഫോമൻസ് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഞാനിപ്പോൾ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ക്ലച്ച് ഒരു അല്പം താഴെയാണ്. അതാ ഞാൻ എടുക്കുമ്പോൾ പലപ്പോഴും ഓഫായി പോകുന്നത്. ക്ലച്ച് ഇത്തിരിയുടെ മുകളിലേക്ക് ആകാൻ തോന്നുന്നു. അപ്പോൾ എടുത്തിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇന്നലെ ഞാൻ സ്കോഡയിൽ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ടൈം വേണം അവർക്കൊക്കെ ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരേണ്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് കൊണ്ട് ഞാൻ ഇനി പിന്നെ ഒരിക്കൽ വെച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അവിടെ കുറച്ച് കാര്യം ചെയ്യാനുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞതിന്റെ ഫസ്റ്റത്തെ ഓണറാണ് നമ്മള് നന്ദി പറയേണ്ടത്. കാരണം അത്രയും ഇത്ര കാലം, അതായത് 14 വർഷമായിട്ട് 1 ലക്ഷം കിലോമീറ്റർ ഈ വണ്ടി കണ്ടീഷൻ നമുക്ക് ഇന്റീരിയർ ഒക്കെ കാണുമ്പോൾ അറിയാം നന്നായിട്ട് കൊണ്ടുനടന്ന വണ്ടിയാണ്. ഇനി അങ്ങനെ കിട്ടും തോന്നില്ല. എത്ര രൂപ കിട്ടി വണ്ടി? 490. ഞാനൊന്നും ബാർഗൈനിങ് ഒന്നും നിന്നിട്ടില്ല, കാരണം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 16 ലക്ഷം രൂപ എക്സ്ട്രാ 20 കൊണ്ടോ 16 ലക്ഷം എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കണ്ട. 20 ലക്ഷം രൂപ ആ കാലത്ത് എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ എത്ര വലിയ വണ്ടികൾ. അയാൾ പറഞ്ഞത് ഫോർച്യൂണർ അന്ന് ഉണ്ടായിരുന്നു, അതും ഇതേ വില ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്ന് ഇത് എടുത്തിരുന്നെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപ ഇന്ന് കിട്ടുമായിരുന്നു. ശരിയാ, അന്ന് 21 ലക്ഷം രൂപ ഫോർച്യൂണർ, 20. അപ്പോഴത്തെ എടുത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്രത്തോളം ഇതിനെ ഇഷ്ടപ്പെട്ടാണ് എടുത്തെന്നുള്ള മനസ്സിലായി. അതും അയാൾ തരുമ്പോ നമുക്ക് വളരെ സങ്കടത്തോടു കൂടി നിങ്ങൾ ഇന്ന് തന്നെ കൊണ്ടുപോകാം. നമ്മൾ ചെന്നു, കണ്ടു, എടുക്കുന്നു, വേറെ ഇതൊന്നും ചെയ്തില്ല. ഞാൻ മൊബൈൽ ഫോണിന്റെ റിപ്പയറിങ് എവിടെ? ചെന്നൈയിലാണ്. അപ്പൊ ചെന്നൈയിലൊക്കെ ഓടിച്ചു പോകാൻ ഇല്ല, ഞാൻ ട്രെയിനിനാണ് പോകാറുള്ളത്. ഇത് ഇവിടെ വരുമ്പോൾ മാത്രം ഇങ്ങനെ ഉള്ളൂ. വണ്ടിപ്രാന്ത് ഇങ്ങനെ നല്ലോണം ഉണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ ഏതായാലും നന്നാക്കുന്ന ആളായതുകൊണ്ട് ഒരു കാര്യം ഇവിടെ വെറുതെ അറിയാൻ വേണ്ടി ചോദിക്കുക, കാണുന്നവർക്ക് ഒരു താല്പര്യം ഉണ്ടാവും. മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി നന്നായിട്ടൊക്കെ കൊണ്ടു നടക്കണമെങ്കിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്? പലരും പലതാണ് പറയുന്നത്. ചിലർ പറയുന്നത് ഫുള്ള് ചാർജ് ചെയ്യരുത്, കുറച്ച് ചെയ്യാവുള്ളൂ. ചിലർ പറയുന്നത് ഫുള്ള് ചാർജ് ചെയ്യാം. എന്താണ് ശരിക്കും? ഒരു 90% ആവുമ്പോൾ പിന്നെ കൂടുതൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന എന്താ അവസ്ഥ? ഇപ്പൊ വരുന്ന ഫോണുകളൊക്കെ കട്ട് ഓഫ് ആണ്. കട്ട് ഓഫ് ആണ്. എന്റെ കയ്യിലുള്ള ഫോണൊക്കെ കട്ട് ഓഫ് ആണ്. ഇതൊക്കെ 100 ആയി കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ ഒന്നും നമുക്ക് കാണിക്കൂല. സാംസങ്ങിന്റെ ഫോണുകൾ അത്യാവശ്യം വിലയുള്ള ഫോണുകളൊക്കെ. പഴയ ഫോണുകളൊന്നും അങ്ങനെയല്ല. പഴയ ഫോണുകളൊക്കെ നമ്മൾ അങ്ങനെ എത്ര സമയം കുത്തിയാലും സിമ്പിള്. അപ്പൊ ബാറ്ററി ഇങ്ങനെ പൊന്തി വരാൻ സാധ്യത ഉണ്ട്, കട്ട് ഓഫ് ഇല്ലാതെ. പിന്നെ ഒരു 20% ചാർജ് ഒക്കെ ആവുമ്പോൾ ചെയ്യാം. ഇപ്പൊ 50 ആയി കഴിഞ്ഞാലും 100 ആവാൻ കുറേ
സമയം എടുക്കും. പക്ഷെ 20 ആവുമ്പോൾ 100 ആവാൻ അത്ര സമയം എടുക്കില്ല. അങ്ങനെയുണ്ട്. അത് അതായത് ഇങ്ങനെ പൾസ് ചെയ്തിട്ടാണ് അതിൽ കറണ്ട് ഇങ്ങനെ കൊടുക്കുന്നത്. 20 മുതൽ ഒരു 50 വരെ ഇത്ര ടൈം, 50 മുതൽ 100 വരെ ഇത്ര ടൈം, അങ്ങനെയാണ്. അപ്പൊ നമ്മൾ 90 കുത്തിയാലും ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും. അപ്പൊ മാക്സിമം ഒരു 20 ആവുമ്പോൾ ഒക്കെ ചെയ്യാന്നുള്ളതാണ് നന്നായി. അപ്പൊ ഇനി വീണ്ടും വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഈ വണ്ടി ഇപ്പൊ എടുത്തു കഴിഞ്ഞ് ഇത്ര ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഇതിന്റെ പവർ, പിന്നെ എന്താ പറയാ, ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ വിസിബിലിറ്റി എന്താണ്. ഞാൻ പല വീഡിയോ ചേട്ടൻ്റെ കാണാറുണ്ട്. അപ്പൊ വിസിബിലിറ്റി നമുക്ക് ബീറ്റിലും ചെറിയ വണ്ടിയിലും ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴാണ് ഈ വിസിബിലിറ്റി എന്താന്ന് നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നത്. പിന്നെ ഞാൻ മാരുതി മുതലുള്ള ഓരോ വണ്ടികളാണ് ഉപയോഗിച്ച് വന്നത്. ഇതിലേക്കൊക്കെ മാറുമ്പോൾ ഉള്ളൊരു വ്യത്യാസം, അതിന്റെ സേഫ്റ്റി മാത്രമല്ല, നമുക്ക് ആ കാലിങ്ങനെ കൊടുത്ത് ഒന്ന് കയറി ഒരു ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ, ഞാനങ്ങനെ 4x4 ഇട്ട് മല കയറാനൊന്നും അല്ല, നോർമലി ഓട്ടേ ഉള്ളൂ, വൃത്തിക്ക് വണ്ടി ഓടിക്കാന്നുള്ളൂ മാക്സിമം. പിന്നെ ഒരു ഓവർടേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് കാല് കൊടുത്തു പോലോ, അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് കയറി പോകാൻ പറ്റും. ഉറപ്പായിട്ടും നമ്മളവിടെ കയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ വേറൊരു കാര്യമുള്ള, ഇപ്പം ബീറ്റൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് വരുമ്പോൾ സർവീസ് കോസ്റ്റ് കൂടുതലായിരിക്കുന്ന ഒരു ആശങ്കയില്ലേ? ആണെങ്കിലും നമ്മൾ സർവീസ് ചെയ്താലും നമുക്ക് നഷ്ടമില്ല. കാരണം അത്രയും സുഖല്ലേ വണ്ടി തരുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, ബീറ്റോ അല്ലെങ്കിൽ വേറെയുള്ള വണ്ടികളോ, ഇപ്പൊ റിറ്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റാം. അപ്പൊ ഇത് BMW, ബെൻസ് ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാർ എന്തിനാ ഇത്ര വലിയൊരു വണ്ടി എടുക്കുന്നത്? ഒരു നോർമലി നമ്മളെ ബഡ്ജറ്റിൽ നിന്ന് ചിന്തിക്കാം. പക്ഷെ അവർക്ക് ആ സുഖം കിട്ടിക്കഴിയുമ്പോൾ നമ്മളാണെങ്കിലും ഇനി എന്ത് ചെയ്യും, എന്തെങ്കിലും സർവീസ് കോസ്റ്റ് അധികം വന്നാലും കൊടുക്കും, നമ്മൾ ശരിയാകും. കാരണം അതിന്റെ ഒരു സുഖം വേറെ തന്നെ. അത് മോനെ വണ്ടി ഇഷ്ടപ്പെട്ടോ? അപ്പൊ ബീറ്റ് കൊടുക്കാൻ പോവാണ് ഇനിയിപ്പോ. അതെ, ബീറ്റ് നല്ല മൈലേജ് അല്ലേ? 24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്നത്. പിന്നെ യാദർശികമായിട്ട് ഇത് കിട്ടി പഠിച്ചു വന്നപ്പോൾ അങ്ങോട്ട് എടുക്കുന്നുള്ളൂ. അല്ലാതെ സാധാരണ ഒന്ന് കൊടുത്തിട്ടൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പം ചെന്നു, പൈസ അറേഞ്ച് ചെയ്തു, കുറച്ച് കൊടുക്കാനുണ്ടായിരുന്നു. നമ്മളെ ഡീലിംഗ് കൊണ്ട് ആള് ചെറിയൊരു എമൗണ്ട് 2 ദിവസം ഗ്യാപ്പ് തന്നിട്ട് വണ്ടി കൊണ്ടുപോകും. അപ്പൊ എന്തായാലും അത്ര സ്നേഹിച്ച് വാങ്ങിച്ച വണ്ടി കൊണ്ട് നന്നായിട്ട് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ ആശംസിക്കുന്നു. മലപ്പുറത്ത് എവിടെ സ്ഥലം? എടവണ്ണപ്പാറ എന്നാണ്. ഇന്നലെ ഇവിടെ വന്ന് താമസിച്ചിട്ടാണ് ഇന്ന് രാവിലെ വണ്ടിയായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ 1, 2, 3 ലക്ഷം ഒന്നും ഇതിനൊരു പ്രശ്നമല്ല. കിലോമീറ്റർ ഒന്നും ഇത് ഇഷ്ടം പോലെ ഓടിക്കോളും. അത്രയും ഗംഭീരമായൊരു വാഹനമാണ്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അന്നത്തെ കാലത്ത് വില കൂടുതലായിരുന്നു. പിന്നെ ഇതിൻ്റെ രൂപവും ഭാവമൊക്കെ ഉണ്ട്. ഇത് ഏത് സെഗ്മെൻ്റ് ആണെന്ന് ഞാനതിന് മനസ്സിലായില്ല. അതുകൊണ്ടൊക്കെയാണ് തെറ്റി വന്നത്. ഞാൻ ഇന്നലെ ചേട്ടൻ്റെ വീഡിയോ കണ്ടിരുന്നു. അതായത് ഏതാണ് ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ഒരു സിനിമ കാലം തെറ്റി വന്നൊരു പടം, തൂവാനത്തും. അതേപോലെ കാലം തെറ്റി വന്നൊരു വണ്ടിയാണ് ഇത്. ഇന്നായിരുന്നെങ്കിൽ ശരിയാ, തീർച്ചയായും അതും പറഞ്ഞായിരുന്നു വീഡിയോയിൽ. ഇന്നായിരുന്നെങ്കിൽ ഇപ്പൊ നന്നായിട്ട് വിറ്റ് പോയേനെ. കാരണം സീറോസ് ഒക്കെ ഞാൻ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഇതിലുള്ള ഓപ്ഷൻസ് തന്നെയാണ് ഇപ്പൊ വരുന്ന സ്കോഡയുടെ പല വണ്ടിയിലും ഉള്ളത്. കുഷാക്കിലായാലും കൈലാക്കിലായാലും അതിലും കൂടുതൽ കുറച്ചും കൂടെ അതൊക്കെ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം എന്തൊക്കെയാണെന്നറിയാം, ഹെഡ്ലൈറ്റ് പോലും ഓട്ടോമാറ്റിക് ആണ് ഇത്. പിന്നെ വൈപ്പർ അങ്ങനത്തെ ചെറിയ, പിന്നെ സ്റ്റെയറിംഗിന്റെ കാര്യങ്ങളും ഒക്കെ ഇപ്പൊ വരുന്നതിൽ അതൊക്കെ ഉള്ളൂ. അന്ന് 2011 കോർണർ ലൈറ്റ്, കോർണറിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഇന്നത് കൊടുത്തിട്ടുണ്ട്. എല്ലാ സാധനവും ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും സ്കോഡയുടെ എല്ലാ വാഹനങ്ങളും പോലെ തന്നെ അത്രയും ഗംഭീരമായ നിർമ്മാണ നിലവാരം എല്ലാ ഇതിലുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹാപ്പി മോട്ടറിങ് ആശംസിക്കുന്നു. ഓക്കെ മോനെ, യെസ് ഓക്കെ. അപ്പം വീഡിയോ കാണണം കേട്ടോ. നിങ്ങളുടെ പ്രതീക്ഷ, പുതിയ തലമുറയിലാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ശരിയോ, ബൈ. സ്കോഡയുടെ പഴയ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡീസൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശരിക്കും എന്തൊരു ഹെവിനെസ് ആണ് അനുഭവപ്പെടുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സ്കോഡയുടെ വാഹനങ്ങളിലേക്ക് വരുമ്പോൾ ഡീസൽ അപ്രത്യക്ഷമായി എന്നുള്ളൊരു കാര്യം. പിന്നെ തന്നെയുമല്ല, ഡീസൽ എഞ്ചിൻ 2 ലിറ്റർ എന്നൊക്കെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടം കൂടിയാണല്ലോ. പക്ഷേ ഈ ഒരു ഹെവിനെസ് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സേഫ്റ്റിയൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഹെവിനെസ് കാരണം, അത് എഞ്ചിൻ്റെ ഹെവിനെസ്സും വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ 1658 കിലോഗ്രാമോ മറ്റുമാണ് ഈ വാഹനത്തിൻ്റെ വെയിറ്റ്. ഇടയ്ക്ക് 2014 4x2 എന്ന് പറയുന്ന മറ്റേ 4x4 4x2 ഒരു വേരിയൻറ്റും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 90 കിലോഗ്രാം ഭാരം അതിന് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും യൂറോപ്പിൻ്റെ കാർ ടെസ്റ്റിൽ, യൂറോ എൻക്യാപ്പിൽ ഇതിന് 5 സ്റ്റാർ റേറ്റിംഗ് അന്ന് കിട്ടി. തന്നെയല്ല ഇത് കാർ ഓഫ് ദി ഇയർ ആയിട്ടൊക്കെ അവിടുത്തെ യൂറോപ്പിലൊക്കെയുള്ള പല അവാർഡുകളും ഒക്കെ കിട്ടിയൊരു വാഹനമാണിത്. എന്തായാലും ഇപ്പോഴും ഈവൻ ആഫ്റ്റർ 14 ഇയേഴ്സ് ഈ വാഹനം ഓടിക്കുമ്പോൾ ഒരു പുതിയ വാഹനം ഓടിക്കുന്ന ഫീലാണ്. അതുകൊണ്ട് തന്നെയാണ് ഷമീം പറഞ്ഞത് ഇപ്പോഴും ഏറ്റവും പുതിയൊരു വാഹനം ഓടിക്കുന്ന ഫീല് നൽകാൻ ഈ ഒരു വാഹനത്തിൽ കഴിയുന്നുണ്ട്. 1,00,000 കിലോമീറ്ററിലധികം ഓടിയ ഒരു വാഹനമാണ്. 1,14,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്.
കൃത്യമായും കമ്പനി സർവീസ് ചെയ്ത വാഹനമാണ്. ഇൻറ്റീരിയറൊക്കെ നന്നായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ്. അങ്ങനെ ഒരു വാഹനം കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ 1,00,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വാഹനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം. എന്നാലും ഇത് നന്നായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഷമീമിന് കിട്ടിയൊരു വളരെ മികച്ചൊരു വാഹനം തന്നെയാണ്. അതിനെ അഭിനന്ദിക്കേണ്ടത് ഷമീമിനെയല്ല, ഇതിൻ്റെ ഫസ്റ്റ് ഓണറെയാണ്. അദ്ദേഹം വാഹനത്തെ സ്നേഹിച്ച് തന്നെ ഉപയോഗിച്ചിരുന്ന ആളാണ്. എന്തായാലും അന്നത്തെ കാലത്ത് ഒട്ടും പ്രതീക്ഷിക്കാനാവാത്ത പല ഫീച്ചേഴ്സും ഈ വാഹനത്തിലുണ്ടായിരുന്നു. അതാണ് ഓട്ടോമാറ്റിക് ലൈറ്റ്, ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ്, അതുപോലെ കോർണറിങ് ലൈറ്റുകൾ, അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിൽ 2 എയർ ബാഗുകൾ, അതിപ്പോഴാണല്ലോ കൂടുതലൊക്കെ വന്നത്. 2 എയർ ബാഗുകൾ, ABS, EBD, ഹിൽ ഡിസൻറ്റ് കൺട്രോൾ, ഹിൽ അസൻറ്റ് കൺട്രോൾ തുടങ്ങിയ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 വീൽ ഡ്രൈവ് എന്ന് പറയുന്നതും ഇത്തരം ചെറിയ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നതല്ല, അതും ഈ വാഹനത്തിൽ കൊടുത്തിരുന്നു. ഏതായാലും അന്നത്തെ കാലത്തെ ഈ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇതിൽ കാണുന്ന ഈവൻ ടച്ച് സ്ക്രീൻ പോലും ഒരു സംഭവം തന്നെയായിരുന്നു. പിന്നെ 6 CD ചേഞ്ചർ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ക്ലൈമട്രോണിക് ഓട്ടോമാറ്റിക് എയർ കണ്ടീഷനിങ് ഉണ്ടായിരുന്നു. പിൻഭാഗത്തേക്ക് AC വെൻറ്റുകൾ, അതുപോലെ എയർ ക്വാളിറ്റി സെൻസർ ഉണ്ടായിരുന്നു. അതൊക്കെ ഏറ്റവും പുതിയ കാലത്ത് ഈ ഒരു കോവിഡ് വന്നതിന് ശേഷമാണ് മറ്റ് പല വാഹനങ്ങളിലും വന്നെങ്കിൽ ഇതിൽ ഓട്ടോമാറ്റിക് എയർ സർക്കുലേഷൻ ഇൻക്ലൂഡിങ് എയർ ക്വാളിറ്റി സെൻസർ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയിലുള്ള ദുർഗന്ധം ഒക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഓഡർ ഫിൽറ്റർ ആൻഡ് പോളൻ ഫിൽറ്റർ ഉണ്ടായിരുന്നു. അതുപോലെ മീറ്റർ കാണുന്ന ആ ഒരു മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേയിൽ ട്രാവലിംഗ് ടൈം, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ആവറേജ് സ്പീഡ്, അതുപോലെ ഒരു ഇതിൻ്റെ കൺസംഷൻ, ഫ്യൂൽ കൺസംഷൻ, ആവറേജ് കൺസംഷൻ, അതുപോലെ ട്രാവൽ ഡിസ്റ്റൻസ് ബിഫോർ റീഫ്യൂലിംഗ്, സർവീസ് ഇൻ്റർവെല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരുന്നു. കൂടാതെ ഗിയർ ചേഞ്ച് റെക്കമെൻഡേഷൻ ഇൻഡിക്കേറ്ററും ഉണ്ട്. നമ്മളൊന്ന് എഞ്ചിൻ ഇടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സമയമായെന്ന് കാണിക്കുന്ന ഇൻഡിക്കേഷൻ. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കൊടുത്തിരുന്നെന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ സേഫ്റ്റിയുടെ കാര്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഹിൽ ഹോൾഡ് കൺട്രോൾ, ABS, EBD, ഹൈഡ്രോളിക് ബ്രേക്ക് അസിസ്റ്റ്, ആൻറ്റി സ്ലിപ്പ് റെഗുലേഷൻ, ട്രാക്ഷൻ കൺട്രോൾ, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഡിസൻറ്റ് കൺട്രോൾ, പിന്നെ ഓഫ് റോഡ് ABS, ഓഫ് റോഡ് ആൻറ്റി സ്ലിപ്പ് റെഗുലേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പാർക്ട്രോണിക് സിസ്റ്റം, അത്ര എല്ലാ കാര്യങ്ങളും കൊടുത്തിരുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. പിന്നെ ഒരു ക്രാഷ് ഉണ്ടാകുകയാണെങ്കിൽ ഫ്യൂവൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. എഞ്ചിൻ ഇമ്മൊബിലൈസർ ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ. പിന്നെ ഇനി എഞ്ചിനിലേക്ക് വരാം. എഞ്ചിൻ ഞാൻ പറഞ്ഞല്ലോ, ലോറയിൽ കണ്ടിരുന്ന അതേ ഡീസൽ എഞ്ചിനാണ്. ഇതിന് പെട്രോൾ എഞ്ചിൻ വന്നിട്ടില്ല, ഇതിന് ഓട്ടോമാറ്റിക്കും വന്നിട്ടില്ല എന്നുള്ള 2 കുറവുകളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഏതായാലും ഇതൊരു 2 ലിറ്റർ TDI എഞ്ചിനാണ്. 140 BSP ആണ് മാക്സിമം പവർ. അത് 4200 RPM മാക്സിമം പവർ ഇടുന്നത്. മാക്സിമം ടോർക്ക് 320 Nm ആണ്. അത് വളരെ ചെറിയ RPM, 1750-നും 2500 RPM ഇടയിലാണ് കിട്ടുന്നത്. ഇതേ കാലത്ത് വന്ന ഫോർച്യൂണർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. അത് 3 ലിറ്ററാണ്, പക്ഷേ അത് 171 BSP ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 22% പവർ കൂടുതലുണ്ടായിരുന്നു ഈ ഒരു ഫോർച്യൂണർ എങ്കിൽ പോലും വില ഏതാണ്ട് ഒരുപോലെയായിരുന്നു. ഇതിന് 20 ലക്ഷം, അതിന് 20 ലക്ഷം കൊണ്ടുള്ളൂ, അതേ ഉണ്ടായിരുന്നുള്ളൂ വില. അപ്പോൾ അതിനുശേഷം 2014 4x2 മോഡൽ വന്നപ്പോൾ അത് 2 ലിറ്റർ തന്നെ ആയിരുന്നെങ്കിലും 110 BSP ആയിട്ട് അതിൻ്റെ പവർ ഒന്ന് കുറച്ചു. അതുപോലെ ടോർക്കിലും കാര്യമായ കുറവുണ്ടായി ഈ ഒരു 4x2 വന്നപ്പോൾ. ആ 4x2 മോഡലിന് 11.76 സെക്കൻഡാണ് വേണ്ടി വന്നിരുന്നത് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ് വ്യത്യാസമുള്ളൂ. ഇത് 10.76 സെക്കൻഡും അത് 11.76 സെക്കൻഡും. ഇത് പിന്നെ ഒരു ഫുൾ ടൈം ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ്. അതുകൊണ്ട് തന്നെ റോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് അപാരമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഓഫ് റോഡൊന്നും പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ചെയ്യാനില്ല, വാഹനം തന്നെ മനസ്സിലാക്കി ആ മോഡിലേക്ക് മാറുന്ന സംവിധാനമാണ് ഇതിനുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ വാഹനം വന്ന സമയത്ത് 4x2 കൂടി തുടക്കത്തിൽ വന്നിരുന്നെങ്കിൽ അപ്പോൾ 2 ലക്ഷം രൂപ കുറവായിരുന്നു ഈ ഒരു 4x4-നേക്കാളും. അങ്ങനെയൊക്കെ വന്നിരുന്ന കുറേ കൂടെ ആൾക്കാർ വാങ്ങിച്ചാണ്. കാരണം ഇത് ആദ്യം കണ്ടപ്പോൾ തന്നെ ഇത് ഏത് സെഗ്മെൻ്റ് എന്ന് മനസ്സിലാകാതെ പോകുന്നു, ഭയങ്കര വിലയാണ്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ 4x4 എന്നൊക്കെ പറയുന്നത് നമ്മളൊരു കുടുംബത്തിന് എന്താണ് ആവശ്യം, അങ്ങനെയുള്ള തോന്നലുകളൊക്കെ ആയിരുന്നിരിക്കാം 20 ലക്ഷം രൂപ വില വരുന്ന ഈ വാഹനത്തിന് അതിൻ്റെ ഒരു സെറ്റ് ബാക്ക് വരാനുള്ള കാരണം. പക്ഷേ തുടക്കത്തിൽ വില കുറച്ച് ഒരു കുടുംബത്തിന് പറ്റുന്ന വാഹനം എന്നുള്ള പേരിലൊന്ന് പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ വിറ്റുപോകാൻ. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു റീസെയിൽ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഇതൊരു ഹോട്ട് സെല്ലിംഗ് വാഹനമായിട്ട് മാറും. കാരണം ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗുണം ആൾക്കാരൊക്കെ മനസ്സിലാക്കി വരുന്നത്. പിന്നെ പൊതുവെ ഇപ്പോൾ ലോറയിലൊക്കെ ഈ ഒരു ഡീസൽ എഞ്ചിൻ നല്ല മൈലേജ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കാര്യത്തിൽ ഈ ഫുൾ ടൈം ഓൾ വീൽ ഡ്രൈവ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും മൈലേജ് 15-16 കിട്ടുന്നുള്ളൂ എന്നാണ് ഷമീം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ലോറയിൽ അല്ലെങ്കിൽ കൂടുതൽ കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് വളരെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനായിരുന്നു ഫോക്സ്വാഗൺ ഗ്രൂപ്പിൻ്റെ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം തന്നെ ഇത് മാനുവലാണല്ലോ, മാനുവലാകുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലൊക്കെ ഓടിച്ചു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും 20 മൈലേജ് കിട്ടേണ്ടിരുന്നതാണ്. പക്ഷേ അത് ഈ ഓൾ വീൽ ഡ്രൈവ് കൊണ്ടാണ് അതങ്ങനെ കുറഞ്ഞു പോയത്. എന്തായാലും വളരെ മികച്ചൊരു ഡ്രൈവിംഗ് അനുഭവമാണ് ഈ വാഹനം സമ്മാനിക്കുന്നത്. അപ്പോൾ നല്ല സെക്കൻഡ് ഹാൻഡ് എറ്റി കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു വാഹനമാണ്. പിന്നെ എപ്പോഴും സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് സ്കോഡയ്ക്ക് അല്പം കൂടുതലാണെന്നുള്ള കാര്യം ഓർമ്മ വെച്ചേക്കുക. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു പഴയ വാഹനമാണല്ലോ, പഴയ വാഹനമാകുമ്പോൾ അതനുസരിച്ചുള്ള സ്പെയർ പാർട്സ് കോസ്റ്റൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും
ഗംഭീരമായ വാഹനം, തീർച്ചയായിട്ടും സ്കോഡ അഭിനന്ദനം വഹിക്കുന്ന വാഹനമാണ്. അപ്പോൾ പുതിയ സിറോസ് കാണുമ്പോൾ എറ്റിയാണ് തെറ്റിദ്ധരിക്കാതിരിക്കുക, തിരിച്ചും എറ്റി കാണുമ്പോൾ സിറോസ് ആണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക.